ഷിർക്കിന് ഫലമുണ്ടോ ഇല്ല? ഷിർക്കിന് ഫലമുണ്ടോ ഇല്ല? ഏത് മുജാഹിദിനോടും, വിഷ്ഠമല്ലാത്ത ഏത് മുജാഹിദിനോടും ചോദിച്ചാൽ പറയും ഷിർക്കിന് ഫലമില്ല എന്ന് പറയും. ആലോചിച്ചോക്ക്, ഇന്ന റുക്ക വത്തി വലത്ത വത്തമായ്മ ഷിർക്കും, അല്ലെങ്കിൽ അത് ഇന്ന റുക്ക വത്തമായ്മ വത്തി വലത്ത ഷിർക്കുൻ എന്ന് വന്നു, പ്രവാചകന്റെ ഹദീസ. ഈ മന്ത്രിച്ചൂതി കെട്ടുക, അതുപോലെ ഉറുക്ക്, അതുപോലെ തന്നെ ഏലസ് കെട്ടുക, അതേ രീതിയിൽ മാരണം ഒക്കെ ഷിർക്കാണ്. ഷിർക്കിന് ഫലമുണ്ടോ? നൂല് കെട്ടിയാൽ രോഗം മാറുക? ചോദിച്ചു നോക്കൂ നിങ്ങൾ. ഒരു വേള വിസ്ഡൻ ടീം വരെ പറയും മാറൂലാന്ന്. കാരണം എന്താ? അത് ഷിർക്കാണ്, ഷിർക്കിന് ഫലമില്ല. അല്ലേ? ഏലസ് കെട്ടിയാൽ രോഗം മാറുക? മാറൂല, ഷിർക്കാണ്, അതിന് ഫലമില്ല. ഏത് കുട്ടിയും പറയും. ആ കൂട്ടത്ത് പറഞ്ഞ മൂന്നാമത്തെ കാര്യം ചോദിച്ചു നോക്കിയാട്ടോ നിങ്ങൾ. എന്താ? തിവലത്ത് മാരണത്തിന് ഫലമുണ്ടോ? വലിയ നേതാവ് പറയും എനിക്കറിയില്ല അറിയും, പത്രക്കാരൻ്റെ മുമ്പിൽ എനിക്കറിയില്ല. ഈ സാധുക്കളോട് ചോദിച്ചു നോക്കിയാട്ടെ, ഈ വിഷ്ണൻ ടീം പറയും എന്താ പറയുക? ഫലമില്ലാതെ. ആർക്കാ പൊലിച്ച്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൊലിച്ചിട്ടില്ല. ആകെ ലോകത്തിൽ ആകെ ആർക്കാ മരണം വലിച്ചത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം. ആലോചിച്ച് നോക്ക്. ഷിർക്കാണെന്ന് മൂന്നെണ്ണത്തെ ഒരേ നേർരേഖയിൽ നിർത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ടെണ്ണത്തിന് ഫലമില്ല, എന്നാൽ ഒന്നിന് ഫലമുണ്ട്. ഈ മാരണത്തിന് ഫലമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇന്ന് തൗഹീദിൽ അട്ടിമറി നടത്തിയവർ, എന്താ തൗഹീദിൽ അട്ടിമറി നടത്തിയത് അറിയാം നിങ്ങൾ? മറ്റൊന്നുമല്ല, ഷിർക്കിന് ഫലമുണ്ട്, ഷിർക്കിന് ഫലമുണ്ട്, യാതൊരു സംശയമില്ല എന്ന്. ഷിർക്കിന് ഫലമുണ്ട് എന്നതിന് തെളിവെന്താണ്? മനോരമ പത്രം. ഒന്ന് കേട്ടോക്കൂ ഫൈസൽ മുസ്ലിയാരുടെ മറുപടി. ആര് പറഞ്ഞു ഷിർക്കിന് ഫലമില്ല? ഷിർക്കിന് ഫലമുണ്ട്. എങ്ങനെ? ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് ശൈത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നു, ഓൻ ചെയ്ത നല്ല കാര്യമാണ്, ഗുണമുണ്ട്, നേട്ടമുണ്ട്, റബ്ബിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ പണിയാണ് എന്ന് കാണാൻ തോന്നിപ്പിക്കണത് ശൈത്താൻ തോന്നിപ്പിക്കും. ഒരു ഫലവും ഞാനാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ഖുർആനിൽ ഞാനത്തപ്പൻ ആയത്തൊക്കെ അതൊന്നും സ്വീകരിക്കൂലേ? മനോരമ വായിച്ചു ആഴ്ച ഒരു ദിവസം കാണാം ഒരു ഹാഫ് പേജ് ഉപകാരസ്മരണ. എന്താ? ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. യേശു മിശിഹായുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു. അപ്പോൾ ഓണം സാധിക്കുന്നുണ്ട്. യേശുവെ കാക്കടന് ക്രിസ്ത്യാനി തേടുമ്പോൾ ഓനെ പ്രശ്നം മാറി ഇവൻ തോന്നുന്നു. എന്നാ ഈസാ നബി അറിയുന്നുണ്ടോ ഓൻ തോന്നിക്കണത്? ഇല്ല. ഇങ്ങനെ ചങ്ങാതി ഇവിടെ ജീവിക്കുന്ന ഈസാ നബിക്ക് അറിയില്ല, ഓൻ തേടിയിൽ അറിയില്ല, അസുഖമുള്ളത് അറിയില്ല, മാറിയിൽ അറിയില്ല. പിന്നെ ആരാ ഇതിനെ അടി പണിയെടുക്കണ? ഇതിനെ ഇടയ്ക്കുന്ന ആളാ? ശൈത്താനാണ്. കേൾക്കണോലെന്നെ അന്തം മുട്ടുകയാണ്. കാരണം എന്താ? ഷിർക്കിന് ഫലമുണ്ട്. എന്താ തെളിവ്? മനോരമ പത്രം. യേശു മിശിഹായെ പ്രാർത്ഥിച്ചവന് ഒരു ഫലം കിട്ടി. അപ്പോൾ ഉദ്ദിഷ്ട കാര്യം നേടിയെടുത്തതിന് ഉപകാര സ്മരണ എന്ന് മനോരമ പത്രത്തിൽ നിങ്ങൾ പരസ്യം കണ്ടിട്ടില്ലേ? അതന്നെ തെളിവ് ഷിർക്കിന് ഫലമുണ്ട് എന്നുള്ളതിന്. ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി ഇവര്? ആരാ തൗഹീദിൽ മറികടത്തിയത്? ഷിർക്കിന് ഫലമുണ്ടോ? നോക്കൂ, എത്ര അനവധി ആയത്തുകളിൽ ഷിർക്കിനെ കുറിച്ച് സൂചിപ്പിച്ചില്ല വിശുദ്ധ ഖുർആൻ. അതിന് ഫലമില്ല എന്ന്. നിങ്ങൾ സൂറത്തു സുമറിലെ 38-ാമത്തെ ആയത്തെടുത്ത് നോക്കും നിങ്ങൾ. അതിന് ഉമർ മൗലവിയുടെ പേരിൽ ഇറക്കിയിട്ടുള്ള തർജുമാനിൽ ഖുർആനിൽ അദ്ദേഹം വിശദീകരിക്കുന്നു. ആകാശഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹുവാണെന്ന് അറിവുള്ളതോടുകൂടി മറ്റെങ്കിലും വസ്തുക്കളെ ആരാധിക്കുകയും അവ മൂലം നന്മയും തിന്മയും ലഭിച്ചേക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് തനി വിഡ്ഢിത്തമാണ്. അപ്പോൾ ഷിർക്കിന് ഫലമുണ്ട് എന്നാ പറഞ്ഞേ? ഷിർക്കിന് ഫലമുണ്ട് എന്ന വാദം തനി വിഡ്ഢിത്തമാണ്. ആൾക്കാർക്ക് തോന്നുകയാണ് എന്ന്. ഷെയ്ത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുക എന്ന് മൂപ്പരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ത്താൻ തോന്നിപ്പിച്ചു കൊടുക്കൽ ഷെയ്ത്താന്റെ പണിയാണ്, അത് ഷിർക്കിന്റെ ഫലമല്ല. ബദിരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഓന് രോഗം മാറിയെന്ന് തോന്നുന്നു. ആ തോന്നിയത് ആര് തോന്നിപ്പിച്ചതാ? ഷെയ്ത്താൻ തോന്നിപ്പിച്ചതാ. അത് ഷിർക്കിന്റെ ഫലമാണോ? ഷിർക്കിന്റെ ഫലം കിട്ടണമെങ്കിൽ ഓൻ്റെ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണം. കിട്ടുമോ? കിട്ടില്ല. അത് അങ്ങനെ തോന്നുന്നത് തനി വിഡ്ഢിത്തമാണ് എന്ന്. ഇനി നോക്ക്, ഉമർ മൗലവി തന്നെ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഉപദ്രവം നിനക്ക് ചെയ്യുവാനായി സമുദായം ഒരുമിച്ച് ചേർന്നാലും അവർ നിനക്ക് യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല. അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഉപകാരവും നിനക്ക് ചെയ്യുവാനായി സമുദായം ഒരുമിച്ച് ചേർന്നാലും അവർ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. സൂറത്തു സുമറിലെ 38-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് എടുത്തിട്ട് അതിൻ്റെ അവസാന ഭാഗം അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്.
കാരണം എന്താ, പടച്ചവൻ്റെ തീരുമാനത്തിനപ്പുറം ഒന്നും ചെയ്യാൻ പടച്ചവനിൽ നീ പങ്കു ചേർക്കുന്ന ഒരു ശക്തിക്കും സാധ്യമല്ല. സൂറത്ത് യൂനുസിലെ 106 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഉമർ മൗലവി നോക്ക്, മനുഷ്യ സാധാരണമായ ഭൗതിക ഉപകാരമോ ഉപദ്രവമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ച. അഭൗതികവും അദൃശ്യവുമായ മാർഗത്തിലുള്ള ഉപകാരവും ഉപദ്രവവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപകാരം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ആശിച്ചിട്ടും ഉപദ്രവം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത് ഭയന്നിട്ടും പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. ഇവിടെ അത് രണ്ടുമില്ല. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ യാതൊരു ന്യായവുമില്ല. പ്രാർത്ഥിക്കൽ ആരാധനയാണ്. നേർച്ചക്കാരോട് പ്രാർത്ഥിക്കുന്നവർ പല കഥകളും കെട്ടിപ്പറഞ്ഞിട്ട് നേർച്ചക്കാർക്ക് കഴിവുണ്ടെന്ന് ആദ്യം ഉറപ്പിക്കുന്നു, എന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ വാദം ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ്. ഇതാണിപ്പോൾ ഫൈസൽ മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേർച്ചക്കാരെ സ്ഥാനത്ത് ജിന്നിനെ കൊണ്ടുവന്നു. ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അതിന് ഫലം കിട്ടുമെന്ന് പ്രചരിപ്പിച്ച് അവരോട് തേടാൻ സമൂഹത്തെ കൊണ്ടുപോകുന്നു. സൂറത്തുർ റഅദിലെ 14 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നോക്ക്, ഉമർ മൗലവി തന്നെ സ്വയം നേടാൻ കഴിയാത്ത ആവശ്യങ്ങളും സ്വയം തടുക്കാൻ കഴിയാത്ത അപകടങ്ങളും ഉണ്ടല്ലോ. ഈ രണ്ടവസരങ്ങളിൽ നാം എന്തു ചെയ്യും? ഉദാഹരണം, നമുക്ക് മഴ കിട്ടാതെ ജീവിതം സാധ്യമല്ല. അതുപോലെ ഭൂകമ്പം, കൊടുങ്കാറ്റ് മുതലായ അപകടങ്ങൾ ഒഴിവാക്കുകയും വേണം. എന്തു ചെയ്യും? പ്രാർത്ഥിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല. മനുഷ്യർ പലരോടും പ്രാർത്ഥിക്കുന്നു. കഴിവുള്ളവരോടും യാതൊരു കഴിവുമില്ലാത്തവരോടും പ്രാർത്ഥിക്കുന്നു. ചിലർ ലക്ഷ്യമില്ലാതെ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ ആരോടെല്ലാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അവരൊന്നും മേൽ പറഞ്ഞ സംഗതികൾ ചെയ്യാമെന്നോ അപകടങ്ങൾ തടുക്കാമെന്നോ ഇക്കാലം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ശരിയായ പ്രാർത്ഥന അല്ലാഹുവോട് പാടുള്ളൂ. ചിലപ്പോൾ നാവ് കൊണ്ടൊന്നും പറയാൻ സാധിക്കാത്ത അവസരത്തിൽ ഉയരുന്ന കേവലം മാനസികമായ പ്രാർത്ഥന വരെ അവനറിയും. യുക്തം പോലെ വേണ്ടത് ചെയ്യും. മറ്റുള്ളവരെല്ലാം യാതൊരു കഴിവുമില്ലാത്തവരാണ്. പടച്ചവന് പുറമെ നിങ്ങൾ ആരോടൊക്കെ തേടുന്നുണ്ടോ അവരെല്ലാം യാതൊരു കഴിവുമില്ലാത്തവരാണ്. സൂറത്തു ഹജ്ജിലെ 73 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ അത് എടുത്തു പറഞ്ഞു. അത് ഉമർ മൗലവി വിശദീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ സൂറത്തു അങ്കബൂത്തിലെ 17 ആയത്ത് വായിക്കുന്നിടത്ത് ഉമർ മൗലവി ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ രീതിയിൽ അമാനി മൗലവിയും എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ സൂറത്തു റഅദിലെ 14 ആയത്ത് വിശദീകരിക്കുന്നിടത്ത്, സൂറത്തു ഇസ്രായിലെ 56 ആയത്ത് വിശദീകരിക്കുന്നിടത്തൊക്കെ അമാനി മൗലവി വളരെ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ നോക്ക് നിങ്ങൾ, ഫൈസൽ പറഞ്ഞ ഉദ്ദിഷ്ട കാര്യം അമാനി മൗലവി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു റഅദിലെ 14 ആയത്ത് വിശദീകരിക്കുന്നിടത്ത് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുവാൻ അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാകുന്നു. അവനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് കാര്യവുമില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒരാൾ കിണറ്റിനരികെ ചെന്ന് ദാഹനിവൃത്തിക്കായി അതിലേക്ക് 2 കൈയും നീട്ടുന്നതിന് തുല്യമാകുന്നു. വെള്ളം അവിടെയുണ്ട്, അതവൻ ആവശ്യമുണ്ട്. പക്ഷേ കൈ നീട്ടിയത് കൊണ്ട് വെള്ളം വായിലെത്തുകയില്ലല്ലോ. തൊട്ടി കെട്ടി മുക്കിയെടുക്കുകയാണ് വെള്ളം കിട്ടുവാനുള്ള മാർഗം. അതുപോലെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാൻ അതിൻ്റെ നേർക്കുനേരെയുള്ള മാർഗം തന്നെ സ്വീകരിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചപേക്ഷിച്ചതുകൊണ്ട് ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാൻ പോകുന്നില്ല. അത് അവിശ്വാസികളുടെ പണിയാകുന്നു, വെറും ഒരു പാഴ്വേല മാത്രമാകുന്നു. വളരെ കൃത്യമല്ലേ അമാനി മൗലവി? ഇതൊക്കെ അമാനി മൗലവി ഞങ്ങളെ സ്വന്തം ആളാണെന്ന് പറയും ചെയ്യും. പക്ഷേ ഈ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അമാനി മൗലവി വിശദീകരിച്ച വിശദീകരണം പോലും വായിക്കാതെയാണ് ഇവർ ഇത്തരത്തിലുള്ള ശിർക്കൻ വാദങ്ങൾ ഉന്നയിക്കുന്നത്. സൂറത്തു ഇസ്രായിലെ 56 ആയത്ത്, നിങ്ങൾ ആരാധ്യ ദൈവങ്ങളായി സങ്കല്പിച്ചു വരുന്ന ഏതൊന്നിനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും യാതൊരു ഫലവും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. നിങ്ങളുടെ വല്ല വിഷമതകളും നീക്കുവാനോ അതിൽ വല്ല മാറ്റവും വരുത്തുവാനോ അവർക്ക് സാധ്യമല്ല. ശിർക്കിന് ഫലമില്ല. വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഈ കാര്യം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് സമൂഹത്തെ വിസ്ഡം ടീം എന്താ പഠിപ്പിക്കുന്നത്? ശിർക്കിന് ഫലമുണ്ട്. ടി കെ അഷ്റഫിന് എന്ത് പറയാണ്ട്? മുജാഹിദ് മനസ്സ് വെച്ച് പറയുകയാണെങ്കിൽ എന്നോ രാജിവെച്ച് പോരണം, എന്നോ രാജിവെച്ച് പോരണം. ഞങ്ങൾ കുറേ അത് നടത്തിയിട്ടുണ്ട് ഇത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? തൗഹീദില്ല അല്ലേ? ഓൻ കുറേ നിക്കരിച്ചു,
ഓൻ ലുഹുർ നിസ്കരിച്ചിട്ട് ലുഹുറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കലുണ്ട്, ലുഹുറിന് ശേഷം 4 റക്അത്ത് നിസ്കരിക്കലുണ്ട്. ഓൻ റവാത്തിബ് മാത്രമല്ല ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചലുണ്ട്. പക്ഷേ ഒന്നെടുത്തിട്ടില്ല. ഒന്നെടുക്കാതെ നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതേ രീതിയിൽ തൗഹീദ് ശരിയായിട്ടില്ല കൂട്ടരെ. പിന്നെ ഞങ്ങൾ ജാമ്യാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പുറത്ത് പെണ്ണുങ്ങൾക്ക് സ്ഥാപനമുണ്ട്, ഞങ്ങൾക്ക് റേഡിയോ ഉണ്ട്, ഇപ്പുറത്ത് അതുണ്ട് ഇതുണ്ട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ തൗഹീദ് തകർന്നു തരിപ്പണമായിട്ടുണ്ട്. തൗഹീദിൽ അട്ടിമറി നടത്തിയവരാണ് നിങ്ങൾ. ജിന്നിന്റെ പേരിൽ എന്തിന് വിജനപ്രദേശത്തെത്തിയാൽ ജിന്നിനെ വിളിച്ചു തേടാമെന്ന ദുർബലമായ റിപ്പോർട്ടിനെ സ്ഥാപിക്കാൻ വേണ്ടി. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ തൗഹീദിൽ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സൂചിപ്പിക്കാവുന്നതാണ്. അതേ രീതിയിൽ വയ്യാക നസ്തഈൻ എന്നിടത്ത് എന്താ ഇതിൻ്റെ അർത്ഥം? മനുഷ്യ കഴിവിനപ്പുറത്ത് പടച്ചവനെ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നതാണ് ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ. അഥവാ മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യർക്ക് പരസ്പരം ചോദിക്കാവുന്നതാണ്. എന്നാൽ മനുഷ്യ കഴിവിനപ്പുറത്തോ പടച്ചവനോടാ ചോദിക്കേണ്ടത്. ഇവർ പറഞ്ഞ ജിന്നിനോട് ചോദിക്കാന്നാ. ജിന്നിനും മലക്കിനും നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ചോദിച്ചാൽ എന്തല്ല, അത് ശിർക്കല്ല, നേരത്തെ കേട്ടല്ലോ. എന്നാൽ മനുഷ്യ കഴിവിനപ്പുറത്ത് പിന്നെ പടച്ചോനോടാണ് തേടേണ്ടത്. കേട്ടു നോക്കൂ നിങ്ങൾ ഹുസൈൻ സലഫിയുടെ പ്രസംഗം. അതുകൊണ്ട് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി, നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് എവിടെ വെച്ചാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ. അവിടെ മലക്കുമില്ല, ജിന്നുമില്ല, അമ്പിയാക്കളുമില്ല, ഔലിയാക്കളുമില്ല, ആരുമില്ല, അള്ളാഹു മാത്രം. അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത്. വിസ്ഡമിൽ മുങ്ങിക്കുളിക്കണതിന്റെ മുമ്പ് നടത്തിയ പ്രസംഗമാണ്. നമ്മളുടെ കഴിവ് അവസാനിക്കുന്നിടത്ത് ഒറ്റ ശക്തിയേ ഉള്ളൂ നമുക്ക് ചോദിക്കാൻ. ആരാണ്? അള്ളാഹു. ജിന്നുമില്ല, മലക്കൂല്ല. ജിന്നിനോടും മലക്കിനോടുമല്ല തേടേണ്ടത്, അള്ളാഹുവിനോട് തേടണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കാര്യം ഉമർ മൗലവി വളരെ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭരമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് സൂറത്ത് ഹൂദിൽ ഒരായത്ത് വിശദീകരിക്കുന്നിടത്ത് ഭരമേൽപ്പിക്കൽ എങ്ങനെയെന്ന് മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലും നമ്മൾ കഴിയുന്നതൊക്കെ ചെയ്യുക, കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ കഴിയുന്നതൊക്കെ ചെയ്യുക, കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവയൊക്കെ അള്ളാഹുവിലേക്ക് വിടുക. അവയെപ്പറ്റി നമ്മുടെ പരിശ്രമം കൊണ്ട് കാര്യം പൂർത്തിയാക്കാത്തതിനാൽ നമ്മുടെ പരിശ്രമം വിജയിപ്പിക്കുവാൻ അള്ളാഹുവിനോട് തേടുക. കഴിവിനപ്പുറത്ത് ആരോടാ തേടേണ്ടത്? അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. മനുഷ്യ കഴിവിനപ്പുറത്ത് ജിന്നിനോട് ചോദിക്കാൻ പാടില്ല. അപ്പോൾ വിജനപ്രദേശത്തെത്തിപ്പെട്ടാൽ അല്ലേ, ഇരുട്ടാണ്, ടോർച്ചില്ല, മൊബൈലില്ല, വെളിച്ചം കാണുന്നില്ല, വഴി അറിയില്ല, അവിടെ വഴി കാണിക്കാൻ ആരോട് തേടണം? ആരോട് തേടണം? മനുഷ്യരെ വിളിച്ചിട്ട് ആരുമില്ല, തൊട്ടടുത്തൊന്നും വീടുകളില്ല, ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലുമില്ല. ആരോടാ തേടേണ്ടത്? പടച്ചോനോട് തേടണം, ജിന്നുകളോട് തേടരുത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. പക്ഷെ അതിനെ തകർത്തെറിഞ്ഞു ഈ വിസ്ഡം ടീം. ഇന്ന് നോക്കൂ, ഉമർ മൗലവി ഇവിടുത്തെ സന്ദേഹ നിവാരണത്തിന് വേറെയൊരു മാർഗമുണ്ട്. മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളും കഴിവിൽപ്പെടാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അതായത് മനുഷ്യർ പരസ്പരം സഹായിക്കാമെന്ന് വിചാരിച്ചാൽ നിറവേറാത്ത കാര്യങ്ങളിൽ സഹായാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, വേറെ ആരോടും പാടില്ല. ഉമർ മൗലവിയുടെ പേരിൽ ഇറക്കിയിട്ടുള്ള തർജുമാനിൽ ഖുർആൻ. രോഗശമനത്തിന് മരുന്ന് കഴിക്കാം, രോഗശമനത്തിന് മരുന്ന് കഴിക്കൽ മുതലായ കാര്യങ്ങൾ പരസ്പരമുള്ള സഹായത്താൽ നിറവേറും. എന്നാൽ രോഗം ശമിക്കാനായി പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, നേർച്ചക്കാരോടും മറ്റും പാടില്ല. അപ്പോൾ ചികിത്സയെ സംബന്ധിച്ച് ഡോക്ടറോടും ആശുപത്രി നടത്തുന്നവരോടും അവരുടെ കഴിവിൽപ്പെട്ട വിഷയങ്ങളിൽ സഹായം തേടുന്നതിൽ വിരോധമില്ല. മനുഷ്യൻ്റെ കഴിവിനപ്പുറത്ത് സഹായം തേടൽ, പ്രാർത്ഥിക്കൽ അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, മറ്റാരോടും പാടില്ല. എടുത്തോക്ക്, അപ്പം മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നെ മനുഷ്യൻ കൈയുയർത്തേണ്ടത് അള്ളാഹുവിലേക്കാണ്. ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടാൻ പാടില്ല, വേറൊരു ജീവജാലങ്ങളോടും സഹായം തേടാൻ പാടില്ല. നായനോട് സഹായം തേടലില്ല, നായനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. നായനെ നമ്മൾക്ക് അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നത് കൊണ്ട് ആ നായയെ പരിശീലനം നൽകി നമ്മൾ ഉപയോഗപ്പെടുത്തും.
ആനയെ പടച്ചവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നതുകൊണ്ട് ആ ആനക്ക് പരിശീലനം നൽകി നമ്മൾ ഉപയോഗപ്പെടുത്തും. അവയോട് സഹായം തേടുകയല്ല, അവയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് ആ നായയെ ഉപയോഗപ്പെടുത്തൽ മനുഷ്യ കഴിവിൽപ്പെട്ടതാണ്. മനുഷ്യനാണ് അതിന് പരിശീലനം നൽകിയത്. ആ കഴിവ് അവസാനിക്കുന്നിടത്ത് പടച്ചവനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. ഇത് സൂറത്ത് യൂസുഫിലും അദ്ദേഹം സ്വന്തം നിലക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾക്കും അതുപോലെ സ്വന്തം നിലക്ക് ഒഴിവാക്കാൻ കഴിയാത്ത അപകടങ്ങളെ സംബന്ധിച്ചും അതിന് കഴിവുള്ളവനെ ഏൽപ്പിക്കുകയാണല്ലോ ബുദ്ധിയുള്ളവൻ ചെയ്യേണ്ടത്. അത്തരം കഴിവുള്ളവൻ അള്ളാഹു ഒരുവൻ മാത്രമാണ്. അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. അവൻ അതിന് പ്രാപ്തനാണ്. ആലോചിച്ച് നോക്ക്, മനുഷ്യ കഴിവിനപ്പുറത്ത് മനുഷ്യൻ ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിലാണ്, സഹായത്തേട്ടം നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് അമാനി മൗലവിയും പല മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്.